നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചിരിക്കുന്നു. പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിൽ പ്രാർത്ഥന നടത്തിയ ശേഷമാണ് പ്രചാരണം തുടങ്ങിയത്. ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും സന്ദർശനം നടത്തി. പാണക്കാട് ലീഗ് നേതാക്കളെയും കണ്ടു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അല്പസമയത്തിനകം കാണും. 3 പതിറ്റാണ്ടോളം നിലമ്പൂരിന്റെ ജനപ്രതിനിധിയായിരുന്ന പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിലെത്തിയപ്പോൾ ആര്യാടൻ ഷൌക്കത്ത് വൈകാരികമായി. അൻവർ ഉയർത്തിയ വെല്ലുവിളി ഉൾപ്പെടെ നിരവധി പ്രതിസന്ധിയിലൂടെയാണ് ഷൌക്കത്തിന്റെ പ്രചരണം തുടങ്ങിയത്. അൻവറിനെതിരായ ചോദ്യങ്ങളോട് കരുതലോടുകൂടിയായിരുന്നു ഷൌക്കത്തിന്റെ മറുപടി. എന്റെ നേതൃത്വം ആ കാര്യത്തിൽ തീരുമാനമെടുക്കും. ആ തീരുമാനമനുസരിച്ചായിരിക്കും എന്റെ പ്രതികരണം. നിലമ്പൂരിലെ ലിറ്റിൽ ഫ്ലവർ ചർച്ചിലും സന്ദർശനം നടത്തി. സെന്റ് തോമസ് മാർത്തോമ ചർച്ച് വികാരി ഷിജു എബ്രഹാമാന്റെ വീട്ടിലും ആദ്യ ദിനത്തിൽ ഷൌക്കത്തെത്തി. എടക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിലെത്തി മുൻ കോൺഗ്രസ് നേതാവ് VV പ്രകാശിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ഉച്ചയോടെ ഷൌക്കത്ത് VS ജോയിക്കൊപ്പം പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിലെത്തി. അബ്ബാസ് അലി തങ്ങളും മുനവർ അലി തങ്ങളും ചേർന്ന് സ്വീകരിച്ചു. PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. പാണക്കാട്ടിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് വലിയ കരുത്താണെന്ന് ആര്യാടൻ ഷൌക്കത്ത്. തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നത് പാണക്കാട്ട് നിന്ന് അനുഗ്രഹം തേടിയാവണം എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് അനുഗ്രഹം തേടി പാണക്കാട് എത്തിയത്. ഒരു നല്ല പടയൊരുക്കത്തിന് പുറപ്പെടുമ്പോൾ ഇവരുടെയൊക്കെ അനുഗ്രഹാശിസുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വലിയ ശക്തിയാണ്, വലിയ കരുത്താണ്. തുടർന്ന് മലപ്പുറം DCCയിലും സന്ദർശനം നടത്തി. ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയാണ് ആര്യാടൻ ഷൌക്കത്ത്. UDFും തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ്. സാജിദ് അജ്മലിനൊപ്പം ജംഷീർ കുടുങ്ങി, മീഡിയ 1 മലപ്പുറം.